ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സയഖൂലു സുഫഹാഉ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذ تبرأ الذين اتبعوا من الذين اتبعوا ورأوا العذاب وتقطعت بهم الأسباب. وقال الذين اتبعوا لو أن لنا كرة فنتبرأ منهم كما تبرؤوا منا كذلك يريهم الله أعمالهم حسرات عليهم وما هم بخارجين من النار. يا أيها الناس كلوا مما في الأرض حلالا طيبا ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. إنما يأمركم بالسوء والفحشاء وأن تقولوا على الله ما لا تعلمون. Okay. يا أيها الناس അവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, യാ അയ്യുഹ എന്നതിലെ യാഇൻ്റെ അലിഫ്, യാ അയ്യുഹ, യാ എന്ന് 5 വരെ ദീർഘം കൊടുക്കാം. 5 വരെ ദീർഘം കൊടുക്കാം. അതിൻ്റെ കാരണം അടുത്ത വാക്കിൻ്റെ ആദ്യ അക്ഷരം അ ഹംസയാണ്. അ ഇ ഉ ഏതായിരുന്നാലും ഇവിടെ അ ഹംസയാണ്. അപ്പം നമുക്കൊരു സംശയം വരും, അടുത്ത വാക്കിൻ്റെ ആദ്യ അക്ഷരം എന്നെന്താ പറഞ്ഞത് എന്ന്. അതെ, അത് 2 വാക്കുകളാണ് കേട്ടോ. യാ എന്നത് ഒരു വാക്കും അയ്യുഹ എന്നത് മറ്റൊരു വാക്കുമായിട്ടാണ് പരിഗണിക്കപ്പെടേണ്ടത്. യാ എന്നതും അയ്യുഹ എന്നതുമൊക്കെ വിളിക്കാൻ വേണ്ടി, അഭിസംബോധന ചെയ്യാൻ വേണ്ടി, വിളിക്കാനും അഭിസംബോധന ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന 2 ലെറ്റേഴ്സാണ്, 2 വേർഡ്സാണ്. അപ്പോൾ യാ എന്നതിലാണ് ദീർഘാക്ഷരം ഉള്ളത്. യാ ഫത്ഹ, അലിഫ് മദ്. യാന് ഫത്ഹയും അലിഫ് എന്ന ലെങ്തൻ ലെറ്ററും. അങ്ങനെ യാ. ഇനി നെക്സ്റ്റ് വേർഡ് ഏതാ? അയ്യുഹ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം, സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെക്കുക. ആദ്യം യാ എന്ന് അലിഫിട്ട് എഴുതുക, എന്നിട്ട് അടുത്ത വാക്കായിട്ട് അതിൽ കൂട്ടി എഴുതാതെ അയ്യുഹ എന്നും എഴുതുക. അയ്യുഹ. ഓക്കെ, നോക്കൂ, നിങ്ങൾ എഴുതിയതൊന്ന് നോക്കൂ, യാ അയ്യുഹ. പക്ഷേ ഖുർആനിൽ എങ്ങനെ എഴുതിയത്? 168-ാമത്തെ ആയത്തിലേക്ക് നോക്കൂ. ഖുർആനിൽ മുഴുവനായി യാ അയ്യുഹ എന്നുള്ളത് ഇങ്ങനെയാണ് കാണുക. യാന് ഫത്ഹ ഇട്ട് അതിൻ്റെ തന്നെ ചേർത്തെഴുതിയ അലിഫിന് മുകളിൽ ഹംസ ഇട്ട് യ അയ്യുഹ എന്നാണ് തോന്നുക. പക്ഷേ നീട്ടാനുണ്ടെന്ന് അറിയിക്കാൻ അതിനുള്ളിൽ ഒരു കുഞ്ഞ് അലിഫിനെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്തത് യാ ബനി എന്ന് എഴുതുമ്പോഴും അങ്ങനെ എഴുതുക. യാ ബനി എന്നൊക്കെ എഴുതുമ്പോൾ യാ വേറെയാണ്, ബനി വേറെയാണ്. പക്ഷേ യബനി എന്ന് എഴുതിയ പോലെയാണ് ഉണ്ടാവുക. യാ ബനി. അപ്പോൾ ഒന്നും കൂടെ യാ അയ്യുഹ എന്നത്
രണ്ടെണ്ണമാണ് യാ, ഒന്ന് അയ്യുഹ മറ്റൊന്ന്. അതുകൊണ്ട് തന്നെ യാഇൻ്റെ ദീർഘം അലിഫ് ദീർഘത്തിന് ശേഷം നെക്സ്റ്റ് വേർഡിൽ ഫസ്റ്റ് ലെറ്ററായിട്ട് ഹംസ വന്നതുകൊണ്ട് മദ് മുൻഫസിൽ എന്ന് പേര് കൊടുക്കും. മദ് മുൻഫസിൽ നമുക്ക് മദ് ചെയ്യാം, ഖസ്ർ ചെയ്യാം. അഥവാ സാധാരണയിൽ അപ്പുറം 5 വരെ 4 5 ദീർഘം കൊടുത്ത് മദ് ചെയ്യാം. അല്ലെങ്കിൽ സാധാരണ ഹറക്കത്താനി 2 ഹറക്കത്ത് 2 മൂവ്മെൻറ്റ് കൊടുത്തിട്ട്, അതായത് ഒരു അലിഫിൻ്റെ ദൈർഘ്യം കൊടുത്തിട്ട് തബീയായിട്ടും ഓതാം. യാ അയ്യുഹന്നാസു നൂന് മണിക്കണം. അപ്പോൾ 2 രീതിയിൽ ഓതാം. യാ അയ്യുഹന്നാസു, അല്ലെങ്കിൽ കുറേ കൂടെ അഭികാമ്യമാകുന്നത് യാ അയ്യുഹന്നാസു എന്ന് നീട്ടിയിട്ട് തന്നെയാണ് കേട്ടോ. ശരി, ബാക്കി കുലൂ മിമ്മാ ഫിൽ അർദി. യെസ്, മിമ്മ എന്ന മീമ് മണിക്കണം. യാ അയ്യുഹന്നാസു കുലൂ മിമ്മാ ഫിൽ അർദി. ഹലാലൻ ത്വയ്യിബൻ വലാ തത്തബിഉ. ഹലാലൻ ത മണിക്കണം കേട്ടോ. ഹലാലൻ ത്വയ്യിബൻ വല മണിക്കണം. ഹലാലൻ കൂടെ ഒതുക്കൂ. ഹലാലൻ ത്വയ്യിബൻ വലാ തത്തബിഉ. ഓക്കെ. ഖുതുവാതി ശൈത്താൻ. അവിടം വരെ കൂടെ നോക്കൂ. യാ അയ്യുഹന്നാസു കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ ത്വയ്യിബൻ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ. ഇനി അത്ര പോകൂലെങ്കിലോ, ദീർഘം ശ്വാസപ്രയാസം ഉണ്ടെങ്കിൽ ഹലാലൻ ത്വയ്യിബ എന്നുള്ളടത്ത് നിർത്താം അല്ലേ. അപ്പോൾ യാ അയ്യുഹന്നാസു കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ ത്വയ്യിബ. ഒരു ദീർഘം കൊടുത്ത് നിർത്തുക, സാധാരണ ദീർഘം. എന്നിട്ട് ഹലാലൻ ത്വയ്യിബൻ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ എന്ന് അതാവുന്നതാണ്. ബാക്കി ഇന്നഹു മണിക്കണേ. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. ഓതു. ഓക്കെ. അടുത്ത ആയത്ത് 169 അവസാനത്തത്. ഇന്നമ മണിക്കണം. യഅ്മുറുകും ബി മണിക്കണം. ഇന്നമ യഅ്മുറുകും ബിസ്സൂഇ മദ് മുത്തസില നീട്ടണം നിർബന്ധമാണ്. വൽ ഫഹ്ശാഇ മദ് മുത്തസിലാണ് നീട്ടണം കേട്ടോ. ഇന്നമാ യഅ്മുറുകും ബിസ്സൂഇ വൽ ഫഹ്ശാഇ വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ. ശരി, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ബഖറയിലെ 166 മുതലുള്ള ഏതാനും ചില വചനങ്ങളാണ് ഇന്ന് നമ്മൾ പഠന വിധേയമാക്കുന്നത്. ഇതിന് തൊട്ട് മുമ്പുള്ള ആയത്തിൽ അല്ലാഹു പറഞ്ഞത്, മനുഷ്യരിൽ ചില ആൾക്കാർ അള്ളാഹുവിന് പുറമെ സമന്മാരെ സൃഷ്ടിക്കുന്നുണ്ട്. അവർ അള്ളാഹുവിനേക്കാളും അല്ല, അള്ളാഹുവിനെ പോലെ അവരെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു.
ഇങ്ങനെ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ആരാധനകളിൽ, പ്രാർത്ഥനകളിൽ, നേർച്ച വഴിപാടുകളിൽ അല്ലാത്ത ആളുകളെ പങ്കു ചേർക്കാൻ പാമരന്മാരായ സാധാരണക്കാരായ ജനങ്ങളെ പലപ്പോഴും പ്രേരിപ്പിക്കുന്നത് ആ നാട്ടിലെ വലിയ പുരോഹിതന്മാരോ നേതാക്കന്മാരോ അവർക്ക് കൂടുതൽ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, അവരെ കൂടുതൽ സ്വാധീനിക്കുന്ന ചില ആളുകളൊക്കെ ആയേക്കാം. അപ്പോൾ അവർ ഞങ്ങളെ വഴിവേൽപ്പിക്കുകയില്ല, അവർ പരലോകത്തെത്തിയാലും നമ്മളെ കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസമാണ് പലപ്പോഴും സാധാരണക്കാരായ ആളുകളെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് പലപ്പോഴും പ്രേരിപ്പിക്കുന്നത്. ആ ഒരു ധാരണക്ക് കൂടിയാണ് വിശുദ്ധ ഖുർആൻ തുടർന്നുകൊണ്ട് മറുപടി നൽകുന്നത്. ഇത് തബറഅല്ലദീനത്തുബിഉ മിനല്ലദീനത്തബഉ. പരലോകത്ത് മനുഷ്യരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി നന്മതിന്മകൾ തൂക്കിക്കണക്കാക്കി അങ്ങനെ സ്വർഗത്തിലേക്കുള്ള ആളുകളെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കുള്ള ആളുകൾ നരകത്തിലേക്കുമൊക്കെ പ്രവേശിപ്പിക്കപ്പെടുന്ന ആ സന്ദർഭത്തിൽ കുറേ ആളുകളെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ആ സന്ദർഭമാണ് ഇവിടെ പറയുന്നത്. ഇത് തബറഅല്ലദീനത്തുബിഉ മിനല്ലദീനത്തബഉ. പിന്തുടരപ്പെട്ടവർ പിന്തുടരുന്നവരിൽ നിന്ന് അകന്നു പോകുന്ന ദിവസം. അല്ലദീനത്തുബിഉ എന്ന് പറഞ്ഞാൽ നേതാക്കന്മാര്, പണ്ഡിതന്മാര്, വലിയ വലിയ സാദാത്യങ്ങൾ എന്നൊക്കെ ആളുകൾ ധരിച്ചിരുന്ന ആളുകൾ. അവർ ഈ സാധാരണക്കാരായ ആളുകളെ ഇങ്ങനെയൊക്കെ വഴിവേൽപ്പിച്ച് പരലോകത്തെത്തുമ്പോൾ അവർക്ക് മനസ്സിലായത് ഞങ്ങൾ പഠിപ്പിച്ചതും പറഞ്ഞതൊക്കെ തെറ്റായിരുന്നു. അപ്പം അവർ ഇവരിൽ നിന്ന് അകന്നു പോവുകയാണ്. മിനല്ലദീനത്തബഉ. തങ്ങളെ ആരൊക്കെ ആയിരുന്നോ പിന്തുടർന്നിരുന്നത് അവരിൽ നിന്ന് ഇവർ ഓടി അകലുകയാണ്. വറഔൽ അദാബ്. നരകശിക്ഷ അവരിൽ നേരിൽ കാണുകയാണ്. വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്. അവിടെ എല്ലാ ബന്ധങ്ങളും അറ്റുപോവുകയാണ്. അവിടെ ഒരു ബന്ധത്തിനും സ്ഥാനമില്ല. യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി എന്ന് സൂറത്ത് അബസ്സിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ. എല്ലാവരും എല്ലാവരിൽ നിന്ന് അകന്നു പോകുന്ന ദിവസമാണത്. ഉപ്പയിൽ നിന്ന്, സഹോദരനിൽ നിന്ന്, ഉമ്മയിൽ നിന്ന്, അങ്ങനെ ദുനിയാവിലെ ഏറ്റവും അടുത്ത ബന്ധങ്ങളാണ് എന്ന് നാം കരുതിയിരുന്ന എല്ലാ ബന്ധങ്ങളും അറ്റുപോകുന്ന ഭയാനകരമായ ആ ദിവസത്തിലെ വളരെ ഭയാനകരമായ ഒരു രംഗത്തെ സംബന്ധിച്ചാണ് ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത്. എന്നിട്ട് തുടർന്നുകൊണ്ട് പറയുന്നത് വഖാലല്ലദീനത്തബഉ. ദുനിയാവിൽ പിന്തുടർന്ന ആളുകൾ, സാധാരണക്കാരായ ആളുകൾ, അവർ പറയുകയാണ് ലൗ അന്ന ലനാ കറത്തൻ ഫനതബറഅ മിൻഹും കമാ തബറഉ മിന്നാ. പടച്ചവനെ, ഞങ്ങൾക്ക് ഒരു മടക്കം തന്നിരുന്നുവെങ്കിൽ ദുനിയാവിലേക്ക് തന്നെ, ഫനതബറഅ മിൻഹും കമാ തബറഉ മിന്നാ. ഇപ്പം ഈ ഇവിടെ വെച്ച് ആ നേതാക്കന്മാരും പണ്ഡിതന്മാരൊക്കെ ഞങ്ങളിൽ നിന്ന് അകന്നു പോയില്ലേ, അതുപോലെ അവരിൽ നിന്ന് ഞങ്ങൾ അകന്നു പോകുന്നു. കുറച്ച് സമയം ഞങ്ങളൊന്ന് മടക്കി തരണം. പറച്ചിലുകൊണ്ട് കാര്യമില്ലല്ലോ. കദാലിക യുരീഹിമുല്ലാഹു അഅമാലഹും ഹസ്റാത്തിൻ അലൈഹിം. എന്നിട്ട് അള്ളാഹു പറയുന്നു ആ പറഞ്ഞ സംഗതിനെ പറ്റി, പ്രകാരം അവരുടെ പ്രവർത്തനങ്ങൾ നഷ്ടത്തിലായതായി അവർക്ക് അള്ളാഹു കാണിച്ചു കൊടുക്കും. ദുനിയാവിൽ കുറേ അമലുകളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതൊക്കെ പ്രവാചകന്മാർ പഠിപ്പിച്ചതിന് വിരുദ്ധമായിരുന്നു. വിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാന ആദർശങ്ങൾക്ക് വിരുദ്ധമായിരുന്നു. അതവർക്ക് ഇങ്ങനെ ശരിക്കും ബോധ്യമാണ്. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ തീർത്തും നഷ്ടത്തിലായി എന്നവർക്ക് ബോധ്യമാകും. അമാഹും ബിഖാരിജീന മിനന്നാർ. ഒരിക്കലും ആ നരകത്തിൽ നിന്ന് പിന്നീട് അവർക്ക് പുറത്തു പോകാനും കഴിയില്ല. ഈ ഭയാനകരമായ ഖിയാമത്തിൽ സംഭവിക്കാൻ പോകുന്ന
ആ രംഗത്തെ സംബന്ധിച്ചാണ് അള്ളാഹു ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. എന്തിനു വേണ്ടിയാണിത്? അങ്ങനെ ഒരു രംഗം വരാനുണ്ട്. അതുകൊണ്ട് ആ ഒരവസ്ഥ നമുക്ക് വരാൻ പാടില്ല. നമ്മൾ ദീനിൻ്റെ ഏത് കാര്യങ്ങൾ വിശ്വസിക്കുകയാണെങ്കിലും അതിന് കൃത്യമായ പ്രമാണം വേണം. ആരെയും അന്ധമായി അനുകരിക്കരുത്. നമ്മൾ ചെയ്യുന്നതും പറയുന്നതും വിശ്വസിക്കുന്നതും അനുഷ്ഠാനങ്ങളുമെല്ലാം തീർത്തും പ്രമാണബദ്ധമായിരിക്കണം. അതൊക്കെ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിനും വന്നതാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം എന്നൊക്കെയാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ താല്പര്യം. നമ്മൾ സ്വന്തമായി ചിന്തിച്ച് അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കി ബോധ്യപ്പെട്ട് ആ ദീനിനെ ഉൾക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് നമുക്ക് പരലോകത്ത് രക്ഷയുണ്ടാവുക എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്നത്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, മനുഷ്യനെ മുഴുവൻ വിളിച്ചുകൊണ്ടുള്ളവർ, കുലവും ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഹലാലായതും ത്വയ്യിബായതും നിങ്ങൾ ആഹരിക്കുക. ഹലാല് എന്നാണ് അനുവദനീയം, ത്വയ്യിബ് എന്നാണ് വിശിഷ്ടമായത്. രണ്ട് നിബന്ധനയാണ് നമ്മളുടെ ഒരു ആഹാരം നമ്മൾ അനുഭവിക്കാൻ, നമ്മൾ തിന്നുന്നതാവട്ടെ കുടിക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് നൽകുന്നതാവട്ടെ, നമ്മളേറ്റവും ബന്ധപ്പെട്ട ആളുകൾക്ക് നൽകുന്നതാവട്ടെ, എല്ലാം അത് ഹലാലായിരിക്കണം. എന്ന് പറഞ്ഞാൽ അള്ളാഹു അനുവദിച്ച സംഗതിയായിരിക്കണം. അതോടൊപ്പം തന്നെ ആ അള്ളാഹു അനുവദിച്ച സാധനത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന പണം അത് അള്ളാഹു അനുവദിച്ച ഹലാലായ മാർഗത്തിലൂടെ വന്നതായിരിക്കണം. ചിലപ്പോൾ നമ്മൾ വാങ്ങുന്ന സാധനം നല്ലതായിരിക്കും, പക്ഷേ അങ്ങനെ ഉപയോഗിക്കുന്ന പൈസ ചിലപ്പോൾ പലിശയിൽ നിന്ന് വന്നതായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹറാമായ വഴികളിലൂടെ നമ്മൾ സമ്പാദിച്ചതായിരിക്കും. അപ്പം ഇത് രണ്ടും അള്ളാഹു നിരോധിച്ചിട്ടുണ്ട്. ഹറാമായ വഴിയിലൂടെ വരാൻ പാടില്ല, ഹറാമായ സംഗതികൾ നമ്മൾ ആഹരിക്കാൻ പാടില്ല. അപ്പം ഹലാലായിരിക്കണം, അള്ളാഹു അനുവദിച്ചതായി ധനം കൊണ്ടായിരിക്കണം, അള്ളാഹു ഹലാലാക്കിയ സാമ്പത്തികമായ മാർഗങ്ങളിലൂടെ വന്നതായിരിക്കണം. അതോടൊപ്പം നമ്മൾ വാങ്ങുന്ന സാധനം നമ്മൾ അനുഭവിക്കുന്നത് അത് അള്ളാഹു ഹലാലാക്കിയതുമായിരിക്കണം. ത്വയ്യിബൻ, വിശിഷ്ടവുമായിരിക്കണം. നല്ലൊരു സാധനമാണെങ്കിലും അത് കേടുവന്നതാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള തകരാറ് സംഭവിച്ചതാണെങ്കിൽ അത് നമ്മൾ ആഹരിക്കാൻ പാടില്ല. അപ്പോൾ അള്ളാഹു ഹലാലാക്കിയതും വിശിഷ്ടവുമായത് നിങ്ങൾ ആഹരിക്കുക. വലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ, നിങ്ങളൊരിക്കലും പിശാചിൻ്റെ കാൽപ്പാടുകളെ പിന്തുടരരുത്. ഖുതുവാതി ശൈത്വാൻ, പിശാചിൻ്റെ കാൽപ്പാടുകൾ. അപ്പോൾ പിശാച് പലപ്പോഴും മനുഷ്യനെ വഴിപ്പിക്കുന്ന ഈ രംഗത്താണ്. ഹറാമുകൾ തിന്നാൻ, പലപ്പോഴും മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഒക്കെയാണ് മനുഷ്യർ അഴിമതിയും മറ്റ് പലതരത്തിലുള്ള അന്യായമായ ഹറാമായ വഴികളിലൂടെയൊക്കെ പണം സമ്പാദിക്കുന്നത്. അത് പിശാച് ഇങ്ങനെ നമ്മളെ പ്രേരിപ്പിക്കും. അങ്ങനെ പിശാച് പ്രേരിപ്പിക്കുമ്പോൾ അവൻ്റെ കാൽപ്പാടുകളിലൂടെ നിങ്ങൾ പോകരുത്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, എന്നിട്ട് അല്ലാഹു പറയുന്നു, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. മാത്രമല്ല, ഇന്നമാ യഅ്മുറുക്കും ബിസ്സൂഇ വൽ ഫഹ്ശാ, ആ പിശാച് നിങ്ങളോട് കൽപ്പിക്കുന്നത് ദുഷ്കൃത്യങ്ങളും നീചവൃത്തികളുമാണ്. എന്തൊക്കെ നീചമായ കാര്യങ്ങളുണ്ടോ, എന്തൊക്കെ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളുണ്ടോ, അതാണ് പിശാച് നിങ്ങളോട് കൽപ്പിക്കുക. വൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്ത സംഗതി അള്ളാഹിൻ്റെ പേരിൽ അങ്ങോട്ട് പറയുക. ഇതൊക്കെ പിശാചിൻ്റെ പണിയാണ്. പടച്ചവൻ പറഞ്ഞതാണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ പടച്ചവൻ പറഞ്ഞു എന്നുള്ളത് വളരെ ഗൗരവമാണ്. അപ്പോൾ അള്ളാഹു പറയാത്തൊരു കാര്യം അള്ളാഹിൻ്റെ പേരിൽ നമ്മൾ പറയാൻ പാടില്ല. അതുപോലെ തന്നെ നീചവും നികൃഷ്ടവുമായ വൃത്തികെട്ട കാര്യങ്ങൾ ഒരു സത്യവിശ്വാസിയിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. വൃത്തികെട്ട വാക്ക് പാടില്ല, വൃത്തികെട്ട പ്രവർത്തനം പാടില്ല, വൃത്തികെട്ട പെരുമാറ്റങ്ങൾ പാടില്ല. അപ്പം എങ്ങനെ എല്ലാ ദുഷ്കൃതികളും, എല്ലാ നീചവൃത്തികളും പിശാചിൽ നിന്നാണ്. ആ പിശാചാണ് നിങ്ങൾക്ക് ഈ ഹറാമായ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഹറാമായ വഴികളിലൂടെ ധനം സമ്പാദിക്കാൻ, ഹറാമായ സംഗതികൾ അനുഭവിക്കാൻ ഇതൊക്കെ പ്രേരിപ്പിക്കുന്നത് പിശാചാണെന്നാണ് അല്ലാഹു പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വഴികളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കൃത്യമായ ദീനിൻ്റെ വഴി അത് ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പിന്തുടർന്ന് ജീവിക്കണമെന്നാണ് അല്ലാഹു ഉണർത്തുന്നത്. ആ രൂപത്തിൽ ജീവിതത്തിന് മുഴുവനും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.
വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സയഖൂലു സുഫഹാഉ